ഗേൾസ്, നമ്മളുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്ന ചാപ്റ്റർ കുറച്ചൊരു ലെങ്തി ചാപ്റ്റർ ആണ് അല്ലെ. കുറച്ചൊരു പ്രശ്നക്കാരനാണ്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ ഇരുത്തത്തില് ലൈവ് മൊത്തം കണ്ട് പഠിക്കാന്ന് പറയുന്നത് നിങ്ങളിൽ പലർക്കും ഭയങ്കര മടിയുള്ള കാര്യമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ചായിട്ട് പഠിക്കാൻ പോവാണ്. മുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പൊ സെറ്റല്ലേ? അപ്പൊ അതിന്റെ മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. സെറ്റ്. ദെൻ ഈ ഒരു ചതുർഭുജങ്ങളുടെ നിർമ്മിതി അല്ലെ, ചതുർഭുജ പരപ്പ് അല്ലെ, ചതുർഭുജ പരപ്പ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫേസ്റ്റ് പഠിക്കാനുള്ളത് ആരെ കുറിച്ചാണ്? നമ്മളുടെ സ്വന്തം പാരലലോഗ്രാമിനെ കുറിച്ചിട്ടാണ്, സാമാന്തരികത്തിനെ കുറിച്ചിട്ടാണ്. ഇവന്റെ പരപ്പളവ് എങ്ങനെയാ കാണാന്നുള്ളതാണ് കേട്ടോ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എങ്ങനെയാടാ ഇവന്റെ പരപ്പളവ് കാണാ? സിമ്പിൾ കാര്യമാണ്. അതായത് ഇവിടെ ഒരു സാമാന്തരികം വരച്ചു. ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. കാര്യം എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ബി എച്ച് ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ബി എച്ച് ആണ്. ആരാണ് ബി? ആരാണ് എച്ച്? ബി എന്ന് പറയുന്നത് ബേസ് ആണടാ. എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ബി എന്ന് പറയുന്നത് പാദമാണ്. പാദം. എച്ച് ഉയരമാണ്. അതായത് മിസ് എന്താക്കിയെടുത്തു? ഇത് ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇവൻ എന്താക്കിയെടുത്തു? ബേസ് ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ ഉയരം എന്ന് പറയുന്ന ആരാന്നറിയോ? ഈ ഒരു ബേസിൽ നിന്ന് എതിർവശത്തേക്കുള്ള, നോക്ക്, ഈ ഒരു ബേസിൽ നിന്ന് എതിർവശത്തേക്കുള്ള ഈ ലംബത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഉയരം അല്ലെങ്കിൽ എച്ച് എന്ന് പറയാം. ഓക്കെ, ബേസ് ഏതാണോ എടുക്കുന്നത് ആ ബേസിൽ നിന്നും എതിർവശത്തേക്കുള്ള ലംബത്തെയാണ് നമ്മൾ ഉയരം എന്ന് പറയാ. അപ്പൊ ആ ബേസ് ഇൻറ്റു ഉയരം കണ്ടാല്, ബേസ് ഇൻറ്റു ഹൈറ്റ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? പാരലലോഗ്രാമിന്റെ ഏരിയ കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ. അപ്പൊ നോക്ക്, നമ്മൾ ഒന്ന് ബേസ് ആയിട്ട് എടുക്കണം അല്ലെ. ഇവനെ ഞാൻ ബേസ് ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ആരാണ്? ഇവിടുന്ന് എതിർവശത്തേക്കുള്ള ഈ ഒരു ലംബമാണ് ഹൈറ്റ്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഈ ഉയരം എന്താണ്? 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ ഏരിയ എത്രയാണ്? ഏരിയ സിമ്പിൾ. ഏരിയ ഈസ് ഈക്വൽ ടു 6 into 3. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. 6 into 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 അല്ലെ. 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ കാര്യം. അങ്ങനെയെങ്കിൽ നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ എ പാരലലോഗ്രാം ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആൻഡ് ദ ഏരിയ 25 സ്ക്വയർ സെന്റിമീറ്റർ. വശങ്ങളുടെ നീളം 5, 6 സെന്റിമീറ്റർ, പരപ്പളവ് 25 ചതുരശ്ര സെന്റിമീറ്റർ ആയിട്ടുള്ള സാമാന്തരികം വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണോ? നോക്കി നോക്കാം അല്ലെ. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സാമാന്തരികം ഉണ്ട്. ആ സാമാന്തരികത്തിന്റെ 2 വശങ്ങളുടെ നീളം നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? ഒരു വശം 5 ആണ്, ഒരു വശം 6 ആണ്. എന്നിട്ട് ഇവർ പറയാണ് ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാടാ? ഏരിയ ഈസ് ഈക്വൽ ടു 25 ആണ്. ഇത്ര തന്നിട്ടുണ്ട്. എങ്ങനെയാടാ സാമാന്തരികത്തിന്റെ ഏരിയ കാണാ? നമുക്കറിയാം അല്ലെ, ബി എച്ച് ആണ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് സാമാന്തരികത്തിന്റെ ഏരിയ. ബി എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 25 ആണ് എന്നാണ് ഇവർ പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു? ഇവനെ ഇല്ലേ ഈ ഒരു സൈഡ് ബേസ് ആയിട്ട് എടുത്തു. ഓക്കെ, ബേസ് ആയിട്ട് എടുത്തു. അങ്ങനെയെങ്കിൽ ബേസിന് ബിക്ക് പകരം 5 കൊടുക്കാം. 5 into h എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ആയിരിക്കും അല്ലെ. ഇനി ഹൈറ്റ് ആരാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും എതിർവശത്തേക്കുള്ള ഈ ലംബത്തിനെയാണ് അല്ലെ നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് എത്രയാ നമുക്കറിയില്ല. ഇത് കണ്ടുപിടിക്കാൻ സുഖല്ലേ? നോക്ക്, 5 into h 25 ആണെങ്കിൽ h എത്രയായിരിക്കും? h is equal to 25/5 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 5 ആണ് എന്ത്? ഹൈറ്റും. ഇനി അടുത്ത പരിപാടി എന്താ അറിയോ? നമുക്ക് കിട്ടി ബേസ് ഈക്വൽ ടു 5 ആണ്, ഹൈറ്റ് ഈക്വൽ ടു 5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു ചതുരം വരയ്ക്കുക. എങ്ങനെയാ ചതുരം വരയ്ക്കേണ്ടത്? നീളവും വീതിയും ബേസും ഹൈറ്റും ആവുന്ന രീതിയിൽ, ബേസും ഹൈറ്റും എത്രയാണോ അത് നീളവും വീതിയും ആവുന്ന രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം അങ്ങ് വരച്ചു കൊടുക്കുക. സിമ്പിൾ അല്ലേ കാര്യം? അതായത് നമ്മൾ വരയ്ക്കുന്ന ചതുരത്തിന്റെ നീളവും വീതിയും എന്തായിരിക്കണം? 5ഉം 5ഉം ആവണം. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് ഇതാ റഫ് ആയിട്ട് ഒരു ചതുരം വരയ്ക്കുകയാണ്. യെസ്, ഇതാണ് നമ്മളുടെ 5, 5 വരുന്ന എന്ത്? ചതുരം. ചതുരല്ല അല്ലെ, സമചതുരം എന്ന് പറയാം നമുക്ക് ഇതിനെ. 5, 5, 5. സിമ്പിൾ. അപ്പൊ ബേസും ഹൈറ്റും ആവുന്ന രീതിയിൽ ചതുരം വരച്ചു. അടുത്ത പരിപാടി എന്താ അറിയോ? അടുത്ത പരിപാടിയാണ് സിമ്പിൾ കാര്യമാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് വരയ്ക്കുക? ഇതൊന്ന് നീട്ടി വരയ്ക്കുക ഈ ലൈന്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ആരെ എടുക്കണം? നമ്മളുടെ സ്വന്തം
കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തിട്ട് നമ്മൾ എത്ര എടുക്കുക? നമ്മളുടെ രണ്ടാമത്തെ വശത്തിന്റെ നീളം എത്രയാടാ? രണ്ടാമത്തെ വശത്തിന്റെ നീളം 6 ആണ് അല്ലെ? രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ നിങ്ങളുടെ കോമ്പസിൽ എടുക്കാം. മിസ് ഒരു ഏകദേശം എടുക്കുന്നുണ്ട്. യെസ്, ഇതാണ് 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നിട്ട് ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ എൻ പോയിന്റ് ഇല്ലേ, അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ആർക്ക് വരയ്ക്കുക, ഒരു ചാപം വരയ്ക്കുക. മുകളിലേക്ക് ഒരു ചാപം വരയ്ക്കാം. അതുപോലെ എന്ത് ചെയ്യുക? ഇവിടേക്കും എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ ചാപം വരയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇവന്മാരങ്ങ് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവനെയും ഇവിടുന്ന് ഇവനെയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാമാന്തരികല്ലേ, ഇവനാണ് നമ്മളുടെ ആര്? നമ്മളുടെ 5, 6 സൈഡ്സും 25 ഏരിയയും വരുന്നത്. നിങ്ങൾ നോക്ക്, നോക്ക്, ഞാൻ കളർ ചെയ്ത് തരാം. യെസ്, ഇവനാണ്. ഇവന്റെ നോക്ക്, കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്തത്? നോക്ക്, ഒരു വശം എത്രയാണ്? 5 ആണ് അല്ലെ? ഇത് നമ്മൾ എത്രയാ എടുത്തത്? 6 അല്ലേ? 6 എടുത്തിട്ടാണ് കോമ്പസിൽ നമ്മൾ ആ ആർക്ക് വരച്ചിട്ടുള്ളത്. നമ്മൾ ഇത് വരച്ചതിൽ ചെറിയ തെറ്റുണ്ട് അല്ലെ? ഇങ്ങനെയാണ് അല്ലെ പോവാ? യെസ്, ഈ ആർക്കിലേക്കാണ് കേട്ടോ. ഈ ആർക്കിലേക്കാണ്, ഇങ്ങോട്ടാണ് പോവാ. ഞാൻ ഈ ഒരു സൈഡിലേക്കാണ് വരച്ചത്. ഈ ആർക്കിലേക്കാണ് പോവാ. അപ്പൊ എന്താണ്? യെസ്, ഇതായിരിക്കും അല്ലെ? ഇതായിരിക്കും. ഇതാണ് നമ്മളുടെ സാമാന്തരികം. അപ്പൊ നമ്മളുടെ ഈ വശം 5 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ആർക്കിലേക്കുള്ള ദൂരം എത്രയാണ്? 6 ആണ്. അപ്പൊ 5ഉം 6ഉം ആയി വശങ്ങള്. ഇതിന്റെ ഏരിയ എന്തായിരിക്കും? ഇത് ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയാണ്? 5 ആണ്. 5 × 5 25 ആണ്. സിമ്പിൾ കാര്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 വശങ്ങൾ തന്ന് നമ്മളുടെ പരപ്പളവും തന്നാൽ എങ്ങനെയാടാ നമ്മളുടെ സാമാന്തരികം വരയ്ക്കുക? നമ്മളുടെ ബേസും ഹൈറ്റും നീളവും വീതിയും ആവുന്ന രീതിയിൽ ചതുരം വരയ്ക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ വശം ആർക്കൊണ്ട് അടയാളപ്പെടുത്തുന്നു. സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം, സിമ്പിൾ കാര്യം. സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ the two bottom corners of a parallelogram are joined to a point on the top side. The area of the triangle in the figure is 5 square centimeter. What is the area of the parallelogram? അതായത് ഇവിടെ പറയാണ്, ചിത്രത്തിലെ ഒരു സാമാന്തരികത്തിന്റെ താഴത്തെ 2 മൂലകൾ മുകൾ വശത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ചിരിക്കുന്നു. ചിത്രത്തിലെ നിറമുള്ള ത്രികോണത്തിന്റെ പരപ്പളവ് 5 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ ഒരു ത്രികോണം, നിങ്ങൾ ഇവിടെ ഒരു ത്രികോണം കാണുന്നില്ലേ മക്കൾ? എല്ലാവരും ഇവിടെ ഒരു ത്രികോണം കാണുന്നില്ലേ? ഇവർ പറയാണ് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാടാ? ഏരിയ എത്രയാണ്? 5 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഓക്കെ, 5 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതായത് നമുക്ക് അറിയാം അല്ലെ എന്തായിരിക്കും ഈ ഏരിയ എന്ന് പറയുന്നത്? 5 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിള് 5 ആണ് എന്നാ ഇവര് പറഞ്ഞത്. അതായത് എന്താടാ? നമ്മളുടെ ബേസ് ഹാഫ് BH 5 ആണ് എന്നാ ഇവര് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ? ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? എങ്ങനെയാടാ ത്രികോണത്തിന്റെ പരപ്പളവ് കാണുക? ഹാഫ് BH ആണ്. 1/2 ഇൻറ്റു പാദം ഇൻറ്റു ഉയരമാണ് അല്ലെ? അപ്പൊ ഇവർ പറയുന്നത് എന്താണ്? ഹാഫ് BH 5 ആണ് എന്നാ പറയുന്നത്. അത് ഞാൻ അവിടെ എഴുതി വെച്ചു. ഇനി അടുത്ത ചോദ്യം എന്താടാ? അടുത്ത ചോദ്യം, ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് ഇവിടെ പുറത്തൂടെ കാണുന്ന ഇവനില്ലേ, ഈ വലിയ സാമാന്തരികം, ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാ ചോദിച്ചത്. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് ചോദിക്കട്ടെ, ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് BH ആണ് അല്ലെ? ഈ ത്രികോണത്തിന്റെ B ആരാണ്? ബേസ് ആരാണ്? ബേസ് ഇവനായിരിക്കും. ഇവനെ ബേസ് ആക്കി എടുക്കുകയാണ് മിസ്. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ആരായിരിക്കും? ഇവിടെ നിന്നിട്ട് മുകളിലേക്കുള്ള ഈ ലംബമായിരിക്കും എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇവനാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവനാണ് B എന്ന് പറയുന്നത്. ഓക്കെ, അവനാണ് ഹാഫ് BH = 5. ഇനി നമ്മളുടെ ഏരിയ ഓഫ് പാരലലോഗ്രാം, പാരലലോഗ്രാം ഇങ്ങനെ വരച്ചു കേട്ടോ. പാരലലോഗ്രാം എന്താണ്? BH ആണ് അല്ലെ? BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഈ പാരലലോഗ്രാമിന്റെ ബേസ് ആരാ? ഇവനെ തന്നെ ഞാൻ എന്താക്കി എടുക്കുന്നു? ഈ പാരലലോഗ്രാമിന്റെ ബേസ് ഇവനെ തന്നെ ആക്കി എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൈറ്റ് ആരായിരിക്കും? ഇവിടെ നിന്നിട്ട് എതിർവശത്തേക്കുള്ള ഉയരം, അതായത് ഇവൻ തന്നെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? BH എന്ന് പറയുന്നത് ഈ BH തന്നെയാണ്. ആരും? ഈ BH എന്ന് പറയുന്നതും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് BH കണ്ടുപിടിക്കാൻ എന്തോ പണിയുണ്ടോ? എന്ത് ചെയ്താൽ മതി? ഈ 1/2 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതായത് BH = ഇവിടെ എന്തായിരിക്കും? 5 × 2 ആയിരിക്കും. ദാറ്റ് = 10 ആണ്. അതായത് ഇവിടെ എന്തായിരിക്കും? ഈ ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താടാ? 10 ആണ്.
സിമ്പിൾ കാര്യമല്ലേ? അപ്പൊ ഇത്രേ ആലോചിക്കേണ്ടുള്ളൂ. നമ്മളൊരു സാമാന്തരികത്തിന്റെ ഉള്ളിൽ ഒരു ത്രികോണം വരയ്ക്കുകയാണ്. ഓക്കെ, ആ സാമാന്തരികത്തിന്റെ ബേസ് പാദം ഒരു വശമാവുന്ന രീതിയിൽ നിങ്ങളൊരു ത്രികോണം വരയ്ക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്, ആ ഒരു സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അതായത് ഇത് ഹാഫ് BH ആണ്, ഇത് BH ആണ് പരപ്പളവ്. ഇതെന്ന് പറഞ്ഞാൽ BHന്റെ പകുതിയല്ലേ ഹാഫ് BH. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. The picture below shows the parallelogram formed by the intersection of two pairs of parallel lines. Okay, what is the area of the parallelogram? Simple question. രണ്ട് ജോഡി സമാന്തര വശങ്ങൾ മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന സാമാന്തരികമാണ് ചിത്രത്തിൽ. സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്താണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ എന്താണ് ഈ ഒരു സാമാന്തരികം? ഇവിടെ ഒരു സാമാന്തരികം ഉണ്ട് അല്ലെ? ഇതൊരു സാമാന്തരികം ഉണ്ട്. ഓക്കെ, സാമാന്തരികം ഉണ്ട്. ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ബേസ് മിസ് ചെയ്താക്കി എടുത്തു. ദെൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ ആണ് ഈ ബേസ് എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ഇവിടെ നിന്നിട്ട് എതിർവശത്തേക്കുള്ള ഈ ഉയരാണ് അല്ലെ ഹൈറ്റ്. ആ ഹൈറ്റ് എത്രയാടാ? ഹൈറ്റ് എത്രയാ? ഇതും നമുക്ക് തന്നിട്ടുണ്ട്, 3 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിലടാ ഇതിന്റെ പരപ്പളവ് എത്രയാന്ന് ചോദിക്കുകയാണ്. ഇതാ വലിയ ചിത്രം തന്നിട്ട് ആകെ ചെറിയ കാര്യമുള്ളൂ. ഇതിന്റെ പരപ്പളവ് എത്രയാണ്? ഇത് എത്രയായിരിക്കും? നിങ്ങൾ കമന്റ് ചെയ്യാം, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. അങ്ങനെയെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഭാഗം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിയും ഒരു ക്വസ്റ്റ്യനോട് ചെയ്തു കഴിഞ്ഞാൽ. നോക്കിയേ, ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ബിലോ. ചുവടെ വരച്ചിരിക്കുന്ന സാമാന്തരികത്തിന്റെ പരപ്പളവ് കണക്കാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒരു സാമാന്തരികം ഉണ്ട്. ആ സാമാന്തരികത്തിന് ഇവർ എന്ത് ചെയ്തു? ഒരു വികരണം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു വികരണമല്ല, 2 വികരണങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ വികരണം ഉണ്ട്, അതുപോലെ നോക്ക് ഇവിടെ ഈ ഒരു വികരണമുണ്ട്. ഈ ഒരു വികരണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നിട്ട് നോക്ക്, ഇവിടെ ഒരു ലംബം വരച്ചിട്ടുണ്ട്. ഇതെത്രയാണ്? 3.5 ആണെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 3.5 സെന്റിമീറ്റർ ആണ് ഇതൊന്നും പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഇവർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവർ നമ്മളോട് പറയാണ് ഈ ഒരു പാരലലോഗ്രാമിന്റെ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാന്. സാമാന്തരികത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണാ? BH ആണ് അല്ലെ? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ബേസ് തന്നിട്ടുണ്ടോ? ബേസ് ഇതിപ്പോ ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് തന്നിട്ടുണ്ടോ? ഇതിന്റെ നീളം തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. ഇതിൽ നിന്ന് മുകളിലേക്കുള്ള ഈ ഉയരം തന്നിട്ടുണ്ടോ? അതുമില്ല. അതായത് നമുക്ക് സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാൻ ആവശ്യമായിട്ടുള്ള ഒരാളെയും നമുക്ക് എന്ത് തന്നിട്ടില്ല? ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാടാ സാമാന്തരികത്തിന്റെ പരപ്പളവ് കാണാ? സിമ്പിളാണ്, ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ഇവിടെ നോക്ക്, ഇതൊരു വികരണമാണ് അല്ലെ? ഡയഗണൽ ആണ്. സാമാന്തരികത്തിന്റെ ഒരു ഡയഗണൽ ആണ്. ഈ ഡയഗണൽ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ സാമാന്തരികത്തിനെ 2 തുല്യ ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട്. ഓക്കെ, ഈ സാമാന്തരികത്തിന് എന്ത് ചെയ്യുന്നു? ഈ വികരണം എന്ത് ചെയ്യാണ്? 2 തുല്യ ത്രികോണങ്ങളായിട്ട് ഭാഗിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്തായിരിക്കും? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കടാ? ഏരിയ എന്ന് പറയുന്നത് ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവായിരിക്കും. ഓക്കെ, 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ, അതായത് ഇതിന്റെ 2 ഏരിയയും സെയിം ആണ്. അതായത് 2 ഇൻറ്റു ഒരു ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ എന്താടാ? നോക്ക്, ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ മിസ് കൺസിഡർ ചെയ്തു. അങ്ങനെയെങ്കിൽ ഇവനെ B ആക്കി എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് ആരായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് ഇവനായിരിക്കും ഹൈറ്റ് അല്ലെ? അതായത് ഹാഫ് BH ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഇക്വേഷൻ. അതായത് ഹാഫ് ഇൻറ്റു B എന്ന് പറയുന്നത് ബേസ് എന്താണ്? 6 ആണ്, ഇൻറ്റു H എന്ന് പറയുന്നത് 3.5 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും ആൻസർ വരിക? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ എത്ര 2 ഉണ്ട്? 3 2s ഉണ്ട് അല്ലെ? 3 ഇൻറ്റു 3.5, 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15 ആണ്. 1 ഉണ്ടാവും. 3 ഇൻറ്റു 3 9 10 10.5 ആയിരിക്കും എന്താ നമ്മളുടെ ഏരിയ ഓഫ് ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവന്റെ ഏരിയയും 10.5 ആണ്. നോക്ക്, ഇവന്റെ ഏരിയയും 10.5 ആണ്, ഇവന്റെ ഏരിയയും 10.5 ആണ്. അങ്ങനെയെങ്കിൽ നോക്ക്, ഏരിയ ഓഫ് ദി സാമാന്തരികം അല്ലെങ്കിൽ പാരലലോഗ്രാം എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ഇൻറ്റു 10.5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ആയിരിക്കും. ഓക്കെ, 21 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും എന്താ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്.
സിമ്പിൾ കാര്യല്ലേ? നോക്ക്, നമ്മളുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ, ചതുർഭുജ പരപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഇവനെയാണ്. നമ്മളുടെ സാമാന്തരികത്തിനെ കുറിച്ചിട്ടാണ്. വെറും സിമ്പിൾ ആണ്. പരപ്പളവ് ഏരിയ കാണാൻ എങ്ങനെയാ? BH എന്ന് പറഞ്ഞിട്ടാണ് ഏരിയ കാണാ. അത്രേ ഉള്ളൂടാ പഠിക്കാന്, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം പഠിക്കണ്ടേ? എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്ത് പഠിക്കണ്ടേ? അങ്ങനെയെങ്കിൽ മിസ് അടുത്ത പാർട്ടായിട്ട് വരാം. അതുവരേക്കും ബൈ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഇതിന്റെ നോട്ട് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യാം. സെറ്റല്ലേ? ഓക്കെ അല്ലേ? ദെൻ ബൈ.